നമ്മുടെ സ്പെഷ്യൽ പാൽപ്പായസം എന്നാൽ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യലല്ലേ നമ്മുടെ പാൽപ്പായസവും ബോളിയും. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ പാൽപ്പായസവും ബോളിയും സദ്യയും എല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാലറീസ് എത്രയാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതെന്ന്? 2000 മുതൽ 2500 കാലറീസ് വരെയാണ് ഒരു സദ്യയിൽ നമ്മൾ കഴിച്ചു കൂട്ടുന്നത്. അപ്പം വെയിറ്റ് നോക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റബോളിക് ഹെൽത്ത് ഡയബറ്റീസ് ഉള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഹെൽത്ത് നോക്കുന്നവരായിക്കോട്ടെ, ഇത്രയും കാലറീസ് ഒരു മീലിൽ തന്നെ കഴിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും? അതൊക്കെ ഒരുപാട് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാലറിഫിക് ഡെഫിസിറ്റ് ഉണ്ടാക്കണം. അതായത് കുറച്ച് മോഡിഫിക്കേഷൻസ് നമ്മുടെ സദ്യയിൽ വരുത്തിയാൽ മതി. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലതിൻ്റെയൊക്കെ നമ്മൾ ക്വാണ്ടിറ്റി കുറയ്ക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് ആയ ഉപ്പേരി, ശർക്കര വരട്ടി, ഇതെല്ലാം വളരെ കുറച്ച് ജസ്റ്റ് പേരിന് മാത്രം കഴിക്കുക. നമുക്ക് സദ്യ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കിച്ചടിയാണ്. അതിനകത്ത് ചിലപ്പോൾ നമ്മൾ പാവയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ വെണ്ടയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ കുമ്പളങ്ങ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ കിച്ചടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് തൈര് അടങ്ങിയിരിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആണ്. മാത്രമല്ല അത് ശരിക്കും പറഞ്ഞാൽ ഷുഗർ ലെവൽസിൽ ബാലൻസ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും ആണ് മിക്കവാറും ഈ കിച്ചടിയിലെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് സദ്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കിച്ചടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സെക്കൻഡ് പോയിന്റ്, നമ്മൾ സദ്യയിൽ നമ്മൾ സാധാരണ എന്താ പറയുക, പരിപ്പുണ്ട്, സാമ്പാറുണ്ട്, മോര്, പിന്നെ ലാസ്റ്റ് നമ്മൾ രസത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ചോറ് കഴിച്ചാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ തന്നെ വലിയ മേജർ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോറ് വിളമ്പുമ്പോൾ അത് ആദ്യം തന്നെ 4 പകുത്ത് വെക്കണം. ഫസ്റ്റ് പങ്ക് പരിപ്പിനും, സെക്കൻഡ് സാമ്പാറിന്, തേർഡ് മോര്, ലാസ്റ്റ് രസം. പിന്നെ ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലേ, പച്ചടിയും കിച്ചടിയും. യൂഷ്വലി പച്ചടി ഫ്രൂട്ട്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ പലപ്പോഴും ഈ പൈനാപ്പിൾ പച്ചടി അല്ലെങ്കിൽ മാംഗോ പച്ചടി ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പക്ഷെ കഴിക്കുവാണെങ്കിലും ചെറിയ ക്വാണ്ടിറ്റി.